ഭർത്താവാണ് ഈ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വസന്തയുടെ ഭർത്താവിന്റെ പ്രതികരണം കേൾക്കാം. സംഭവം ഇന്നലെ രാവിലെ വന്ന് 4 ആൾക്കാർ വന്നിട്ട് വന്ന് ഇവിടെ ടൂറിന് പോകണമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയത് അവർ. ഇന്നലെ ഒരു 9 മണിയായപ്പോൾ പോയി ടൂറിന് രാവിലെ. ഇന്ന് 10 മണിക്ക് ഇവിടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വോട്ട്. അങ്ങനെ വോട്ടിടാൻ ഇന്നലെ അവിടെ കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ നിന്ന് ഇന്ന് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് വോട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വോട്ട് ചെയ്താൽ പോരെ. നിങ്ങളുടെ പറയാതെയാണ് പോയാ എന്നെ പറഞ്ഞ് ഇങ്ങനെ ടൂറിന് പോകണമെന്ന് പറഞ്ഞു. എന്നെയും വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് അവിടെ തട്ടിക്കൊണ്ട് പോകണതാണ്. ഇങ്ങനെ ഇവരെ അവിടെ കൊണ്ടുവന്ന് ഇവിടെ ശല്യപ്പെടുത്തി വോട്ടിടാൻ വേണ്ടി ഇതാണ് എന്ന് അറിഞ്ഞില്ല. ഇവിടെ കൊണ്ടുവന്ന് ഇവരെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് ഞാൻ വോട്ടിടൂല. അപ്പം ഞാൻ പറഞ്ഞു വോട്ടിടണ്ട, നമുക്ക് രാജിവെക്കാം. നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനം അവർ രാജിവെപ്പിച്ച് ഇപ്പോഴേ ഇന്ന് വീണ്ടും ആ പാർട്ടിയിൽ കടിച്ചു തോന്നിയിരിക്കണം. വേറൊരാളിന് ആ സ്ഥാനം വേറെ ആളിന് കൊടുക്കണം. പക്ഷെ വേറെ പാർട്ടിക്കാർക്കാണ് ആ സ്ഥാനത്തേക്ക് ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൊടുക്കാമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഈ പാർട്ടിക്ക് തന്നെ തിരഞ്ഞെടുത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണമെന്നുള്ള ഇതാണ്. അല്ലെങ്കിൽ ഈ വൈസ് പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പാകപ്പിഴക്കുണ്ടാകണം. പഞ്ചായത്തിൽ വല്ല കാശിൻ്റെതായിട്ടായിരുന്നാലും വേറെ എന്തിൻ്റെങ്കിലും തിരിമറിയ കാണിച്ചിട്ടാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം മാറ്റിയത്. എന്നാ കുഴപ്പമില്ല. ഇതങ്ങനെ ഒന്നുമില്ല. എന്തായാലും വലിയ ആക്ഷേപമാണ് പെരിങ്ങൽ പഞ്ചായത്തിൽ നിന്ന് ഉയരുന്നത്. നേരത്തെ തന്നെ വിവാദത്തിലായതാണ്. ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ വലിയ വിവാദത്തിലായ പഞ്ചായത്താണ്. അവിടെയാണ് ഇപ്പോൾ വസന്ത എന്ന അംഗത്തെ കാണുന്നില്ല എന്ന ആക്ഷേപമായി കുടുംബം രംഗത്ത് വരുന്നത്. UDF തട്ടിക്കൊണ്ടുപോയി വോട്ട് ചെയ്യാതിരിക്കാൻ അത്തരമൊരു ആക്ഷേപം നടത്തി എന്നതാണ് പ്രധാനമായും കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നടക്കാനിരിക്കെയാണ് ഇത്തരമൊരു നീക്കം അവിടെ നിന്നും ഉണ്ടാവുന്നത്. നമുക്ക്